ഒരു ദൃശ്യങ്ങൾ ശരിക്കും ആ ഒരു സംഭവത്തിൽ നടന്നതെന്താണ്? വൃത്തികേട്. ഇവളിങ്ങനെ മുല ഉരയ്ക്കാൻ പോയപ്പോൾ അയാൾ കഴിവതും ഒഴിഞ്ഞു. ദീപകിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹം വലിയ മനോവിഷമത്തിലേക്ക് പോയിരുന്നു എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ മുട്ടിട്ടൊന്ന് തട്ടാമോ എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ചൊരു മുലക്കടിയുള്ള ആളാണ് ഞാൻ എന്ന് കേരളത്തോട് അവൾ ഇന്ന് ആ വീഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞിരിക്കുവാണ്. ഇതിനെയൊക്കെ പെണ്ണ് എന്ന് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. മുഴുവൻ സ്ത്രീകൾക്കും അപമാനമാണ് ഇതുപോലത്തെ കടിമൂത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം. ഈ സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നതും സ്വാഭാവികമായും മുമ്പോട്ട് കൊണ്ടുവരാനുള്ള സാധ്യത നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോയി ഏതു മാളത്തിൽ ഒളിക്കാമെന്നാണ് ഇവള് വിചാരിച്ചിരിക്കുന്നത്. ാക്കിക്കൊണ്ട് അതിന്റെ തുടർ നടപടിയിലേക്ക് നീങ്ങാം. ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഇവളൊരു ലീഗ് പ്രവർത്തകയായതുകൊണ്ടും ഇവള് തട്ടമിട്ട് ആടിക്കളിച്ചതുകൊണ്ടും മുസ്ലിം കമ്മ്യൂണിറ്റി ഇവളെ ഏറ്റെടുക്കുമെന്ന് ഇവള് വിചാരിച്ചോ?